ആത്യന്തികമായിട്ട് ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇതൊരു ഇംഗ്ലീഷ് ഡയറക്ടറിന്റെ അല്ലെങ്കിൽ ആ റൈറ്ററിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ അവരെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കാതെ നമുക്ക് ആസ് എ ഡബിംഗ് ഡയറക്ടർ നമ്മൾ ഫെയിൽ ആവുകയുള്ളൂ. അപ്പം യു ഡു യുവർ റിസർച്ച്, യു ഡു യുവർ ഹോംവർക്ക്, സോ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ മൂവി ഈസ്, ഹൂ ദ ടാർഗറ്റഡ് ഓഡിയൻസസ്. സോ ഒബ്വിയസ്ലി ദിസ് ഇസ് എ മർഡർ മിസ്റ്ററി. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊരു ഫാമിലി മൂവിയാണ് വേർ കിഡ്സിനാണ് പ്രിഡോമിനൻസ് ഉള്ളത്. പക്ഷെ എന്നാൽ അതിലെ ഗുണപാഠങ്ങളും അതിന്റെ ഡെപ്തും മനസ്സിലാക്കാൻ അഡൾട്ട്സിനാണ് പറ്റുക. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് ഒരു ഫാമിലി എന്റർടൈനർ ആണ്. അതെ അതെ. ഇപ്പം ഈ ജസ്റ്റസ് എന്നുള്ള വാക്ക് പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഒരു കാര്യം കൂടെ ഞാൻ വിത്ത് യുവർ പെർമിഷൻ പറയണം. കാരണം വിഷ്ണുവിനറിയാം ഞാനൊരു 9 പേരുടെ ലിസ്റ്റ് ഇതെന്റെ ആദ്യത്തെ ഡബ് ഡിറക്ഷൻ ആണ്. ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഭാഗ്യം കൂടെ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇത് ആമസോൺ പ്രൊമോട്ട് ചെയ്തതും പിന്നെ വർക്ക് നല്ലതായതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ബാക്ക്ലാഷ് അടിച്ചല്ലേ എന്തെന്ന് കാണിച്ചു വെച്ചേക്കണേ എന്നുള്ളതും നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഇത് ഇത്രയും ഈ പറയുന്ന ഇതിന് പുറകിൽ നിൽക്കുന്നവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്ന് വളരെ റൈറ്റ്ഫുള്ളി മറിയ പറയണ പോലെ എൻ്റെ ആഗ്രഹം ഇതിൽ ചെയ്ത എല്ലാവരും, പ്രത്യേകിച്ച് മെയിൻ ആയിട്ടുള്ള ആളുകൾ, സെബാസ്റ്റ്യൻ, മോപ്പിൾ, സോറ, അവരൊക്കെ നല്ല അപ്രിസിയേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഇവരെയൊക്കെ ഒന്ന് കേട്ടറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫ്ലോറിൽ എനിക്കുള്ള നിമിഷങ്ങൾ മുഴുവൻ ഞാൻ അവരെക്കുറിച്ച് പറയാനാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് അസ്.